കൊച്ചിയിലെ ഗുണ്ടാ നേതാവ് പെരുമ്പാവൂർ അനസിനെയും സംഘത്തെയും പൂട്ടാൻ ഉറച്ചാണ് പോലീസും തീവ്രവാദ വിരുദ്ധ സ്ക്വാഡും. ന്യൂസ് 8ന്റെ അന്വേഷണ പരമ്പരയുടെ അടിസ്ഥാനത്തിൽ പെരുമ്പാവൂരും ആലുവയും ഉൾപ്പെടെ കേന്ദ്രീകരിച്ച് വിവിധയിടങ്ങളിൽ റെയ്ഡ് നടന്നു. അനസിന്റെ സംഘങ്ങളുടെ വീടുകളിലായിരുന്നു പോലീസിന്റെയും ATSന്റെയും സംയുക്ത പരിശോധന. അനസിന്റെ കൂട്ടാളി മാഞ്ഞാലി സ്വദേശി റിയാസിന്റെ വീട്ടിൽ നിന്ന് 4 തോക്കുകളും പണവും പിടിച്ചെടുത്തു. റിയാസിനെ കസ്റ്റഡിയിലെടുത്ത പോലീസ് വിശദമായ അന്വേഷണത്തിനൊരുങ്ങുകയാണ്. കൊച്ചിയിലെ ഗുണ്ടാ നേതാവ് ഔറംഗസേബ് ന്യൂസ് 8നോട് നടത്തിയ വെളിപ്പെടുത്തലിനെ തുടർന്നാണ് തീവ്രവാദ വിരുദ്ധ സ്ക്വാഡിന്റെയും പോലീസിന്റെയും സംയുക്ത പരിശോധന. ആലുവ വെസ്റ്റ് പോലീസ്, SPയുടെ സ്പെഷ്യൽ സ്ക്വാഡ് എന്നിവയുടെ സഹായത്തോടെയായിരുന്നു റെയ്ഡ്. അനസിന്റെ സംഘത്തിലുള്ളവരുടെ വീടുകളിലാണ് റെയ്ഡ് നടത്തിയത്. മാഞ്ഞാലി സ്വദേശി റിയാസ്, അനസിന്റെ വിശ്വസ്തനായ ഷാജി പാപ്പാൻ എന്നറിയപ്പെടുന്ന പെരുമ്പാവൂർ സ്വദേശി ഷാജി എന്നിവരുടെ വീടുകൾ, വയനാട് കൽപ്പറ്റയിലെ ഒരു റിസോർട്ട് തുടങ്ങിയിടങ്ങളിലാണ് പരിശോധന. റിയാസിന്റെ വീട്ടിൽ നിന്നും 4 തോക്കുകളും 8 ലക്ഷത്തിലധികം രൂപയും പിടിച്ചെടുത്തതിനെ തുടർന്ന് റിയാസിനെ പോലീസ് കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. 20ഓളം വെടിയുണ്ടകളും മറ്റായുധങ്ങളും പിടിച്ചെടുത്തിട്ടുണ്ട്. ആലുവ റൂറൽ SP വൈഭവ് സക്സേനയുടെ നേതൃത്വത്തിലുള്ള പ്രത്യേക സംഘമാണ് തോക്കുകൾ പിടിച്ചെടുത്തത്. അനസ് അനധികൃതമായി നിരവധി തോക്കുകൾ കൈവശം വെച്ചിട്ടുണ്ടെന്ന രഹസ്യ വിവരത്തെ തുടർന്നാണ് പരിശോധന. പെരുമ്പാവൂർ അനസിനെക്കുറിച്ചുള്ള ന്യൂസ് 18 അന്വേഷണ പരമ്പരയുടെ അടിസ്ഥാനത്തിലാണ് റെയ്ഡ്. ഇതിലൂടെ പെരുമ്പാവൂർ അനസിലേക്ക് എത്താനുള്ള നീക്കമാണ് പോലീസും ATSും നടത്തുന്നതെന്നാണ് സൂചന. പോലീസ് പാസ്പോർട്ട് തടഞ്ഞുവെച്ചതിനെ തുടർന്ന് പെരുമ്പാവൂർ അനസ് കർണാടകത്തിൽ നിന്നും വ്യാജ പാസ്പോർട്ട് നിർമ്മിച്ച് വിദേശത്തേക്ക് കടന്ന വിവരവും ന്യൂസ് 18 പുറത്തു കൊണ്ടുവന്നിരുന്നു. ഇതുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണവും കൊച്ചി സിറ്റി പോലീസ് നടത്തിവരുന്നുണ്ട്. ബാംഗ്ലൂരിൽ വ്യാജ പാസ്പോർട്ട് നിർമ്മിച്ചു നൽകുന്ന ഇടങ്ങളിലേക്കും അന്വേഷണം വ്യാപിപ്പിക്കുമെന്നാണ് സൂചന. ന്യൂസ് 18 കൊച്ചി.